അനുബന്ധിച്ച് പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് തെരുവ് നാടകം സംഘടിപ്പിച്ചു. അല്ലപ്ര കൊയിനോണിയ മിഷൻ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് വൃക്കകൾ. വൃക്കരോഗം മൂലം ഡയാലിസിസിന്റെ ആവശ്യകത കൂടി വരുന്ന സാഹചര്യത്തിൽ വൃക്കകളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായാണ് തെരുവു നാടകം സംഘടിപ്പിച്ചത്. വർദ്ധിച്ചു വരുന്ന വൃക്കരോഗത്തിന്റെ കാരണത്തെപ്പറ്റിയും എങ്ങനെയെല്ലാം വൃക്കകളെ സംരക്ഷിക്കാമെന്നും ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തെരുവു നാടകം അവതരിപ്പിച്ചത്. ശരീരത്തിലെ മാലിന്യങ്ങളെല്ലാം അഴിച്ചു മാറ്റി ശരീരത്തെ ആരോഗ്യത്തോടെ കാത്തുസൂക്ഷിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ശരീരത്തിലെ രക്തം, ആഹാരം, വെള്ളം തുടങ്ങിയതിൽ നിന്നും ആവശ്യമുള്ള പോഷകങ്ങൾ സ്വീകരിക്കുകയും മാലിന്യങ്ങളെ പുറത്തു കളഞ്ഞ് ശരീരത്തെ വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുന്നു. അതായത് നമ്മുടെ ശരീരത്തിലെ ജൈവപരമായ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു എന്നല്ലേ? ഹോസ്പിറ്റൽ ചെയർമാൻ മാത്യൂസ് മോർ അഫ്രീൻ തിരുമേനി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി ആശംസകൾ നേർന്നു. നമുക്കറിയാം, ഒട്ടേറെ രോഗികൾ വൃക്ക സംബന്ധമായ ചികിത്സയിലുണ്ട്. ഒരാൾ വൃക്ക രോഗിയാകുന്നതിന് മുമ്പ് തന്നെ അത് കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ വൃക്കരോഗിയാകാതെ ഇരിക്കാൻ കഴിയും. വൃക്കരോഗിയായി കഴിഞ്ഞാൽ പിന്നീട് അവയവ ശസ്ത്രക്രിയയാണ് ഏറ്റവും പറ്റിയ മാർഗമെങ്കിലും വലിയ ചെലവ് മൂലം പലർക്കും അത് സാധിക്കാറില്ല. ആ സന്ദർഭത്തിൽ മരണം വരെ ഡയാലിസിസ് പേഷ്യൻ്റായി മാറേണ്ട സാഹചര്യവും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ ദിനത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് കൊയിനോണിയോ ഇത്തരമൊരു തെരുവ് നാടകങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നിട്ടിറങ്ങുന്നത്. നമ്മളെല്ലാം നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി അറിയുവാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൃത്യതയോടെയുള്ള ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് ജീവിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഫാദർ റെജി തെക്കിനേത്ത്, ഫാദർ ടിനു തമ്പി, ഫാദർ എൽദോസ് ജോർജ്, വിൻസെന്റ്, സഭ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബേസിൽ ജേക്കബ്, ജിജി തോമസ് എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.